ഇന്ത്യൻ T20 ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവി 76 റൺസിന് ഓൾ ഔട്ട്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു ഇതിഹാസ T20 ലോകകപ്പ് വിജയത്തിന് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഇപ്പോൾ വൻ തകർച്ചയിലാണ്. ഇന്നലെ ട്രെന്റ് ബ്രിഡ്ജിൽ ഇംഗ്ലണ്ട് ഇന്ത്യയെ വെറുതെ തോൽപ്പിക്കുകയല്ല ചെയ്തത്. T20 ചരിത്രത്തിൽ റൺസ് അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ തോൽവി സമ്മാനിച്ച് അവരെ അക്ഷരാർത്ഥത്തിൽ തകർത്തെറിയുകയായിരുന്നു. 125 റൺസിന്റെ വമ്പൻ തോൽവി. മത്സരത്തിന് ശേഷമുള്ള ഇന്റർവ്യൂവിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ഈ പ്രകടനത്തെ അതിദാരുണം എന്നും മോശം എന്നുമാണ് വിശേഷിപ്പിച്ചത്. ലോകകപ്പിന് ശേഷം 5 മത്സരങ്ങൾ കഴിഞ്ഞിട്ടും ഇന്ത്യ ഒരു വിജയം പോലും ഇല്ലാതെ വലയുകയാണ്. ലോക ചാമ്പ്യന്മാരായ ഒരു ബാറ്റിംഗ് നിര വെറും 11.4 ഓവറിൽ എങ്ങനെ തകർന്നടിഞ്ഞു? എവിടെയാണ് ഇന്ത്യക്ക് പിഴച്ചത്? ഈ നാണക്കേടിന്റെ യഥാർത്ഥ കാരണം നമുക്കൊന്ന് പരിശോധിക്കാം. വീഡിയോ മുഴുവനായി കാണുക, സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ചു പൊട്ടിക്കുക. നമുക്ക് ട്രെന്റ് ബ്രിഡ്ജിലെ ആ കൂട്ടത്തകർച്ചയിലേക്ക് കടക്കാം. ട്രെന്റ് ബ്രിഡ്ജ് പോലൊരു ബാറ്റിംഗ് പിച്ചിൽ ടോസ് നേടുകയെന്നാൽ സാധാരണയായി റൺസ് ഒഴുകും എന്നാണ് അർത്ഥം. എന്നാൽ തുടക്കത്തിൽ പിച്ച് അല്പം സ്ലോ ആയിരുന്നുവെന്നും ഷോട്ട് കളിക്കാൻ ബുദ്ധിമുട്ടായിരുന്നുവെന്നും ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ഹാരി ബ്രൂക്ക് മത്സരശേഷം സമ്മതിച്ചു. ഈ പ്രതികൂല സാഹചര്യത്തിലും ഇംഗ്ലണ്ടിന്റെ ടോപ്പ് ഓർഡർ ഗംഭീരമായി കളിച്ചു. ഫിൽ സാൾട്ട് മികച്ചൊരു ഇന്നിംഗ്സ് കെട്ടിപ്പടുത്തപ്പോൾ ജോസ് ബട്ട്ലർ പവർ പ്ലേയിൽ വെടിക്കെട്ട് പ്രകടനം പുറത്തെടുത്തു. എന്നാൽ യഥാർത്ഥ നാശം സംഭവിച്ചത് അവസാന ഓവറുകളിലാണ്. വിൽ ജാക്സും സാം കറനും ചേർന്ന് ഇന്ത്യൻ ബോളർമാരെ തലങ്ങും വിലങ്ങും പ്രഹരിച്ച് ഇംഗ്ലണ്ടിനെ 201-7 എന്ന കൂറ്റൻ സ്കോറിലെത്തിച്ചു. ബോളിംഗ് ലെങ്തുകൾ കണ്ടെത്തുന്നതിൽ ഇന്ത്യ പൂർണ്ണമായും പരാജയപ്പെട്ടെന്നും ഇംഗ്ലണ്ട് ഒരു 15-20 റൺസ് അധികം നേടിയെന്നും ശ്രേയസ് അയ്യർ പിന്നീട് സമ്മതിച്ചു. 202 റൺസ് പിന്തുടരുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ അഭിഷേക് ശർമ്മയും അരങ്ങേറ്റ താരം വൈഭവും ചേർന്ന് ഇന്ത്യക്ക് മികച്ച തുടക്കം നൽകിയപ്പോൾ ആരും ഇങ്ങനെയൊരു തകർച്ച പ്രതീക്ഷിച്ചില്ല. പിന്നീട് കണ്ടത് ഇന്ത്യൻ ബാറ്റിംഗ് നിരയുടെ കൂട്ടതോൽവിയാണ്. T20 ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യ പവർ പ്ലേക്കുള്ളിൽ 5 വിക്കറ്റുകൾ നഷ്ടപ്പെടുത്തി. വെറും 10 പന്തുകളുടെ ഇടവേളയിലാണ് കളി പൂർണ്ണമായും ഇന്ത്യയുടെ കൈവിട്ടുപോയത്. ഇതിന് പ്രധാന കാരണം ആരായിരുന്നു? സാക്ഷാൽ ജോഫ്ര ആർച്ചർ. കളിയിലെ പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം നേടിയ ആർച്ചർ തന്റെ തീപ്പൊരി വേഗത കൊണ്ടും കൃത്യത കൊണ്ടും ഇന്ത്യൻ നിരയെ വിറപ്പിച്ചു. 4-13. ഒപ്പം ജോഷ് ടങ്കുമിന്നും പ്രകടനം കാഴ്ചവെച്ചു. 28 റൺസിന് 4 വിക്കറ്റുകളാണ് അദ്ദേഹം നേടിയത്. ഹർഷിത് റാണയെ പുറത്താക്കാൻ ബാക്ക്വേർഡ് പോയിന്റിൽ ടോം ബാന്റൺ എടുത്ത ആ അവിശ്വസനീയമായ ക്യാച്ച് കൂടിയായപ്പോൾ ഇന്ത്യൻ ഇന്നിംഗ്സിന് തിരശീല വീണു. വെറും 11.4 ഓവറിൽ 76 റൺസിന് ഇന്ത്യ ഓൾ ഔട്ട്. ഇന്നലത്തെ മത്സരത്തിന് ശേഷം ഇന്ത്യൻ ടീം തിരുത്തി എഴുതിയ ചില നാണംകെട്ട റെക്കോർഡുകൾ നമുക്കൊന്ന് നോക്കാം. ഇന്ത്യയുടെ ഏറ്റവും വലിയ തോൽവി 2018 ന്യൂസിലാൻഡിനെതിരെ വഴങ്ങിയ 80 റൺസിന്റെ തോൽവിയെ മറികടന്ന് 125 റൺസ് വ്യത്യാസത്തിൽ ഇന്ത്യ തങ്ങളുടെ T20 ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവി ഏറ്റുവാങ്ങി. ഏറ്റവും ചെറിയ രണ്ടാമത്തെ സ്കോർ T20യിൽ ഇന്ത്യയുടെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ ടോട്ടലാണ് 76. 2008 ഓസ്ട്രേലിയക്കെതിരെ 74 റൺസിന് പുറത്തായതാണ് ഇതിലും ചെറുത്. ലോകകപ്പിന് ശേഷമുള്ള തകർച്ച. ഇന്ത്യ ഇപ്പോൾ തുടർച്ചയായ 5 മത്സരങ്ങളിൽ വിജയമറിയാതെ നിൽക്കുകയാണ്. 4 തോൽവി, ഒരെണ്ണം ഉപേക്ഷിച്ചു. 2009 ശേഷമുള്ള ഇന്ത്യയുടെ ഏറ്റവും മോശം അവസ്ഥയാണിത്. ബട്ട്ലറുടെ റെക്കോർഡ് മറുഭാഗത്ത് ഇംഗ്ലീഷ് വിക്കറ്റ് കീപ്പർ ജോസ് ബട്ട്ലർ ഇന്നലെ 5 പേരെയാണ് പുറത്താക്കിയത്. ഒരു T20 മത്സരത്തിൽ ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇംഗ്ലീഷ് കീപ്പർ കൂടിയാണ് അദ്ദേഹം. അയർലൻഡ് പര്യടനത്തിന് ശേഷം ഇന്ത്യൻ ടീം കളിയെ കൃത്യമായി മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെടുന്നുവെന്ന് ഹെഡ് കോച്ച് ഗൗതം ഗംഭീർ അടുത്തിടെ പറഞ്ഞിരുന്നു. ആ വാക്കുകൾ ഇന്നലെ അക്ഷരാർത്ഥത്തിൽ സത്യമായി. ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിൽ കാര്യങ്ങൾ അത്ര സുഖകരമായിരിക്കില്ല. ലോക ചാമ്പ്യന്മാരുള്ള ടീമാണ്, പക്ഷേ എക്സിക്യൂഷൻ തീരെയില്ല. ക്യാപ്റ്റൻ എന്ന നിലയിൽ തന്റെ അവസാന 12 T20 മത്സരങ്ങളിൽ 10ലും ശ്രേയസ് അയ്യർ പരാജയപ്പെട്ടു. 9-ാം തീയതി ബ്രിസ്റ്റോളിൽ നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യക്ക് ഈ ദുരന്തത്തിൽ നിന്ന് കരകയറാൻ സാധിക്കുമോ? അതോ ഇംഗ്ലണ്ട് പരമ്പര തൂത്തുവാരുമോ? നിങ്ങളുടെ പ്രവചനങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ക്രിക്കറ്റ് പ്രേമികളായ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഏറ്റവും വേഗത്തിൽ മികച്ച ക്രിക്കറ്റ് വിശകലനങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.